കോഴിക്കോട് വൻ തീപിടുത്തം. ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിൽ ആണ് വൻ തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ തീപിടുത്തമാണ്. ഇതുവരെ നിയന്ത്രണത്തിലായിട്ടുണ്ടോ? ഇല്ല അല്ലേ? രഞ്ജിത്ത്, കോഴിക്കോട് നഗരത്തിൽ തന്നെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുന്ന ഒരു തീപിടുത്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും തീപിടുത്തം നിയന്ത്രണ വിധേയമായിട്ടില്ല. തളിയിലെ ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിന്റെ 2ഉം 3ഉം നിലകളിലാണ് തീപിടുത്തം പ്രത്യക്ഷമായിരിക്കുന്നത്. വലിയ തീയാണ്. ആദ്യഘട്ടത്തിലൊക്കെ രക്ഷാപ്രവർത്തകർക്ക് പോലും അവിടേക്ക് അടുക്കാൻ കഴിയാത്ത വിധം തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ രക്ഷാപ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫയർഫോഴ്സിന്റെയും മറ്റുമൊക്കെ യൂണിറ്റുകൾ പല ഇടങ്ങളിൽ നിന്നായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ഉള്ള യൂണിറ്റുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം പരിസര പ്രദേശത്തുള്ള മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കടകളിലേക്കും ഒന്നും തീ പടരാതിരിക്കുന്നതിനുള്ള ഒരു ജാഗ്രതയും പുലർത്തുന്നുണ്ട്. എന്തായാലും ആളുകളൊക്കെ ഈ തീപിടുത്തം ദൃശ്യമായപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ നമുക്കറിയാം, തുണിക്കടയാണ്. ഈ തുണി സാമഗ്രികളിൽ തീപിടിക്കുമ്പോൾ പിന്നീട് അത് ആളിക്കത്തുന്ന ഒരു സാഹചര്യം ആവും. ഒപ്പം ഈ ഫയർ എക്സ്റ്റിംഗ്വിഷറുകളൊക്കെ ഉപയോഗിച്ചാൽ പോലും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറും. നമുക്കറിയാം, പണ്ട് ഓഫീസിൽ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ വർഷമുണ്ടായ തീപിടുത്തം, അന്നും ഇതുപോലെ തന്നെ യൂണിഫോം തുണിത്തരങ്ങളായിരുന്നു ആ കടയിൽ ഏറിയ പങ്കുമുണ്ടായിരുന്ന. വലിയ തോതിലുള്ള ഒരു സ്റ്റോക്ക് സംഭരിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ അതിന്റെ പൂർണ്ണമായി കത്തിത്തീരും വരെ പോലും കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരുന്നു. എന്തായാലും ഇവിടെയും സമാനമായ രീതിയിൽ തന്നെ ഒരു വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. 2ഉം 3ഉം നിലകളിലെ തുണിത്തരങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ കത്തി നശിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം, അല്ലെങ്കിൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാരണങ്ങളെ കുറിച്ചൊക്കെ ഒരു ചിത്രവും ഇപ്പോൾ വ്യക്തമാവുന്ന സാഹചര്യമാണ്. ആദ്യഘട്ടത്തിൽ ഈ തീ അണയ്ക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.